ഹലോ നമസ്കാരം. ഇന്ന് നമ്മളൊരു വ്യത്യസ്ത വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ എൻ്റെ ഇൻട്രോ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പുറകിൽ കാണും എന്താണ് ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടൻറ്റ് എന്നുള്ളത്. അതായത് മലപ്പുറം ജില്ലയിലെ തിരുനാവായ ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡിൽ ഇടയത്ത് സുലൈമാൻ ക അവരൊരു ആൾ പക്ഷിപ്രേമിയാണ്. അപ്പോൾ വിവിധ തരം പക്ഷികൾ, അതായത് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്, മക്കാവോ, ലോറി കിറ്റ്, കുണൂർ ഐറ്റംസ്, ഈ 4 ഐറ്റംസും വളർത്തി വിൽക്കുകയാണ് നമ്മളെ സുലൈമാൻ ക. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുലൈമാൻ എന്നാണ്. മലപ്പുറം തിരുനാവായ 19-ാം വാർഡിലാണ് എൻ്റെ വീട്. ഞാനൊരു പക്ഷിനെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്ന ഒരു ഏവിയർ ഉണ്ട് എൻ്റെ അടുത്ത്. അതിപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇവരൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ സുലൈമാൻക്കോ പറയും. ഇപ്പോൾ നമ്മൾ പുറകിൽ കാണുന്നത് ആണെന്ത് മക്കാവോ. ഈ മക്കാവോ ഇവിടെ വന്നിട്ട് എത്ര കാലമായി? അതിവിടെ ഞാൻ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ്. 2 വർഷം കഴിഞ്ഞ്. അവർക്ക് ഓൾറെഡി ഒരു 5 വയസ്സ് 4 വയസ്സ് പ്രായം ഉണ്ടാവും. 4 വയസ്സ് പ്രായം ഉണ്ടാവും. ഇപ്പോൾ എത്ര എഗ്ഗിൻ്റെ ടൈം കഴിഞ്ഞിട്ടുണ്ടാവും? അവരില്ല, അവര് നമ്മളടുത്ത് എഗ്ഗ് ചെയ്തിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. അവര് മിക്കവാറും അടുത്തുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തുണ്ടാവും. അപ്പോൾ ഏകദേശം ഇതൊരു എഗ്ഗ് ചെയ്യണമെങ്കിൽ, ഈ ആഫ്രിക്കൻ മെക്കാവോ എഗ്ഗ് ചെയ്യണമെങ്കിൽ സമയം എത്ര പിടിക്കും? 4 വർഷം. 4 വർഷം പിടിക്കും. 4 വയസ്സായി കഴിഞ്ഞാൽ അവർ എഗ്ഗ് ചെയ്ത് തുടങ്ങും. ഓക്കെ. ഇപ്പോൾ ഇവിടെ ഉള്ള ഐറ്റംസ് ഏതൊക്കെയാണ്? ഇവിടെ ഉള്ളത് നമ്മളടുത്തുള്ളത് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്, സ്മോൾ കൊണൂർ, സൺ കൊണൂർ, പിന്നെ മെക്കാവോ, ലോറി കിറ്റ് ആയിട്ടുള്ള 4 ഐറ്റംസ് ആണ്. കൊണൂർ ഐറ്റംസ് 4 ഐറ്റംസ് ഉണ്ട്. ഇവർ ഇപ്പോൾ ഈ സംഭവം തുടങ്ങിയത് എത്ര കാലമായി? ഇപ്പോൾ ഞാനിപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരു 2 വർഷം 4 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ട് 5 വർഷമായി തുടങ്ങി. അപ്പോൾ നമ്മൾ പ്രവാസ ജീവിതം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ തുടങ്ങുന്നത്. പിന്നെ നമുക്കിത് ചെറുപ്പം മുതലേ ഇതിനോട് നല്ല താല്പര്യമുള്ള ആളാണ്. വെറുതെ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് തുടങ്ങാൻ പറ്റൂല. ഇതിനോടൊരു നമുക്കൊരു താല്പര്യം കൂടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാവൂ, ഇതിലേക്ക് വരാവൂ എന്നാണ് സുലൈമാൻ ക പറയുന്നത്. അല്ലാത്തവർ കുറേ പഠിച്ചതിന് ശേഷം വരുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഐറ്റംസ് ഇതേതാണ്? ഇത് നമ്മുടെ സാംസൺ ലോറി എന്ന് പറയുന്നതാണ്. ഇത് ഓൾറെഡി ബ്രീഡ് ചെയ്ത് എടുക്കുകയാണ്. അതിൻ്റെ കൂടെയുള്ള ഫീമെയിൽ അതിൻ്റെ ചിക്കൻ്റെ അടുത്ത് കിടക്കുന്നതാണ്. ബോക്സിനകത്തുള്ളത്. അത് വിരിഞ്ഞിട്ടുണ്ട്? വിരിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് വേണമെങ്കിൽ നമുക്കത് കാണിക്കാൻ നോക്കാം. അത് നല്ലോണം പിന്നെ ഫൈറ്റ് ചെയ്യും. കാണുമ്പോഴേക്കിന് ഭയങ്കര ഇതാണ് സംഭവം. അവരൊരു ആരും ഇത് കാണാൻ പാടില്ല അല്ലേ? അവരെ നമ്മളെ കാണുമ്പോഴേക്കൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നവരാണ്. വേണമെങ്കിൽ ആ ബോക്സ് ഒന്ന് തുറന്നു നോക്കിയാൽ നമുക്ക് കാണാൻ ചാൻസ് ഉണ്ട്. കിടക്കുകയാണ്. ഇവർക്ക് 2 കുഞ്ഞേ ഉണ്ടാവുള്ളൂ. 2 എഗ്ഗേ ഇവർ ചെയ്യുള്ളൂ. 2 എഗ്ഗേ ചെയ്യുള്ളൂ. 2 ചിക്കൻ ഉണ്ടാവുള്ളൂ അവർക്ക്. അത് കഴിഞ്ഞാലോ? കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഈ ചിക്കൻ ഇപ്പോൾ നമ്മൾ ആൻഫീഡിന് എടുക്കാറായിട്ടുണ്ട്. അടുത്ത ആഴ്ചയിൽ കണ്ടിട്ട് നമ്മൾ അവർ ആൻഫീഡിന് എടുത്തു കഴിഞ്ഞാൽ ഒരു 15-20 ദിവസം ആകുമ്പോഴേക്ക് പിന്നെ അവർ എഗ്ഗ് ചെയ്യും. എങ്ങനെയാണ് അതിൻ്റെ ഫീമെയിലാണ് കിടക്കുന്നത്. ഓക്കെ. ഗ്രിംസ മില്ലി എന്ന് പറയും. ഇത് നമ്മൾ ഇവിടെ ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബ്രീഡിങ് സെറ്റ് തന്നെയാണ്. 2 പേരുണ്ട് ഇവിടെ. 2 പേരല്ലേ? കുഴപ്പമില്ലാതെ ബ്രീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് അടുത്തത് നിങ്ങൾ ഇതുവരെ ഓൾറെഡി എഗ്ഗ് ചെയ്ത് എടുക്കുകയാണ്. എഗ്ഗ് ചെയ്യാനുള്ള സ്റ്റാർട്ടിങ്ങാണ്. എഗ്ഗ് ചെയ്തിരിക്കുന്ന സംശയമാണ്. എഗ്ഗ് ചെയ്തിരിക്കുന്നത് അറിയില്ല. കൂറ കയറിയിട്ടുണ്ട്. അവരവിടെ ഇടയ്ക്കിടയ്ക്ക് കയറി വരും ഇതിനകത്ത്. എഗ്ഗ് ചെയ്യാനുള്ള സ്റ്റാർട്ടിങ് എടുപ്പാണ്. എഗ്ഗ് ചെയ്യാനുള്ള ഒരു ഒരുക്കത്തിലാണുള്ളത്. അതേ സെയിം. ഇതൊക്കെ റയറാണ്. കൊണൂർ ഐറ്റംസിൽ റയറാണ് ഇപ്പം നമ്മൾ കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ. സൺചിക് കൊണൂർ ഇവരെ ചിക്ക് ഇപ്പം നമ്മൾ ഓൾറെഡി എടുത്ത് മാറ്റിക്കണം. ഇവിടെ ഉണ്ട്. നമ്മളെടുത്ത് ഇവിടെ ആൻഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് താഴെയാണ്. ഇപ്പോൾ നമ്മളിവിടെ അത് കണ്ടു. പൈനാപ്പിൾ കൊണൂറാണ്. നോർമൽ പൈനാപ്പിളാണിത്. റെഡ് കുറവുള്ള പൈനാപ്പിളാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളടുത്ത് ഇതിൻ്റെ റെഡുള്ള ടൈപ്പ് വേറെ ഉണ്ട്. ഓൾറെഡി 5-6 പേര് പൈനാപ്പിൾ കൊണൂറാണ് നമ്മളെടുത്തുണ്ട്. ഇവിടെ ബ്രീഡിങ് സെറ്റായിട്ടുള്ളത്. എല്ലാം ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ കൊണൂർ ഐറ്റംസിൽ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോൾ അവിടെ
അത് കൊനൂറ്, അത് ലോറി, പിന്നെ നമ്മൾ പിന്നെ ഗ്രിംസൺ കൊനൂറ്, പിന്നെ സൺചി കൊനൂറ്. ഇതിന് ഓരോന്നിന് കൊനൂറാണ് എല്ലാം. പക്ഷെ വേറെ വേറെ അതിനൊക്കെയുള്ള ഡിഫറെന്റ് പേരുണ്ട്, അത്രേ ഉള്ളൂ. ഫാക്ടറി യെല്ലോ സൈഡറാണ്. ഒരു കുഞ്ഞി വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു മുട്ട വിരിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ചിക്കന് കാണാൻ പ്രയാസമാണ്. അത് കുഴപ്പമില്ല. അവരൊരു അതെ 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 ഒരു 5 കുഞ്ഞ് 6 കുഞ്ഞ് വരെ ഉണ്ടാവും ഒരു ബാച്ചിൽ. റെഡ് ഫാക്ടറി യെല്ലോ സൈഡ് എന്ന് പറയും ഇതിൻ്റെ പേര്. പൈനാപ്പിൾ കൊനൂറാണ്. ഇത് ഓൾറെഡി ചിക്ക് വെളിയിൽ ഇറങ്ങാൻ നെക്സ്റ്റ് ഔട്ട് ആവറായ ചിക്കാണ്. അത് 5 പീസ് ഉണ്ട്. ചിക്കാണ് ഗ്രീൻ ചിക്കൻ്റെ ചിക്കൻ കിടക്കുന്നു. ഗ്രീൻ ചിക്കല്ല, ഗ്രീൻ ചിക്ക് കൊനൂറാണ്. ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഇത് എത്ര ആയിട്ടുണ്ടാവും? ഇതൊരു 45 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും, 1.5 മാസമൊക്കെ ആയിട്ടുണ്ട്. ഇതൊക്കെ പേരൻസിൻ്റെ ഫീഡ് ചെയ്യുന്നതാണ്, നമ്മൾ ഫീഡ് ചെയ്യുന്നില്ല. ബ്ലൂ പൈനാപ്പിൾ. ഇത് 4 ചിക്കുണ്ട്. കൊട്ടയിലുള്ളത് കാണിക്കണം. അത് അൻഫീഡ് ചിക്കാണ്. സുലൈമാൻക്ക് നല്ലോണം സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ സുലൈമാൻ ഖാൻ്റെ നമ്പർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ വീഡിയോൻ്റെ ഇടയിലും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് കമൻ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം. പിന്നെ അതേപോലെ തന്നെ സംശയങ്ങളൊക്കെ, ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ സുലൈമാൻക്ക് പറഞ്ഞു തരും. ഇതാണ് നമ്മുടെ ഏവിയർ. ഇവിടെ ഓൾറെഡി സ്മോൾ കൊണോറും എല്ലാ കൊണോറും കൂടെ ആയിട്ട് ഒരു 45 പേരോളം ബീഡാവുന്നുണ്ട്. പിന്നെ മെക്കാവ ഗ്രേ പാരറ്റ് കൂടാതെ, ലോറി കൂടാതെ തന്നെ മറ്റുള്ള കൊനൂർ ഐറ്റംസ് തന്നെ ഒരു 45 പേരോളം ഇവിടെ ഉണ്ട്, ബീഡിങ്ങിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളിവിടെ ഇവർക്ക് കൊടുക്കുന്ന ഫുഡ് പറഞ്ഞല്ലോ, ആ ഫുഡിന് ശേഷം നമ്മൾ ചോദിക്കാൻ വിട്ട ഒരു കേസാണ് ഇവർക്ക് വരുന്ന അസുഖങ്ങൾ. ആ അസുഖങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പറയാം. ഇവർക്ക് ഈ സ്മോൾ കൊണൂറിന് നമുക്ക് അങ്ങനെ പെട്ടെന്നൊരു അസുഖങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. നമ്മളൊരു ബേർഡ് പോലും ഇതുവരെ അങ്ങനെ അസുഖം വന്ന് ചത്തുമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ വളർത്തൽ തുടങ്ങിയതിന് ശേഷം 4-5 വർഷമായി. അത് പിന്നെ പ്രശ്നങ്ങൾ വരുന്നത് നമ്മളെ സൺകൊനൂറിനാണ്. സൺകൊനൂറിന് ഇവിടെ എല്ല് പൊങ്ങുന്ന ഒരു അസുഖം വരും. എല്ല് പൊങ്ങുന്ന ഒരു അസുഖം വന്നാൽ ബ്ലേഡ് ആകുമെന്ന് ഞങ്ങൾ പറയാം. ആ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അങ്ങനെ വർഷത്തിൽ ചിലപ്പോൾ ഒരെണ്ണമൊക്കെ ഒന്നുകൂടായില്ല, ഒരെണ്ണത്തിനൊക്കെ അങ്ങനെ വരുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പോൾ ക്ലിയറായി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ സാധാ മറ്റു കോഴികൾക്കൊക്കെ കുത്തിവെപ്പ് അങ്ങനത്തെ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കലുണ്ട്. അതുപോലെ ഈ ബേർഡുകൾക്ക് എങ്ങനെയാണ് കുത്തിവെപ്പോ മരുന്ന് കൊടുക്കലോ അങ്ങനെ ഒരു പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അത് എന്താ വെച്ചാൽ ഈ ബേർഡ്സിനായിട്ടൊരു ഡോക്ടർമാരോ ഇതിൻ്റെ മെഡിസിനോ നമുക്ക് അവൈലബിൾ അല്ല ഇന്ത്യയിൽ ഇതിൻ്റെ ഡോക്ടർമാരും ഇല്ലാന്ന് തന്നെ പറയാം. ബേർഡ്സിന് മറ്റുള്ള പൂച്ച, നായി, പട്ടി, പോത്ത്, ആട് ഇതിനൊക്കെയുള്ള വെറ്റിനറി ഡോക്ടർമാരുണ്ട്. പക്ഷെ ബേർഡ്സ് സംബന്ധമായിട്ടൊരു ഡോക്ടർമാർ ഇന്ത്യയിലില്ല, കുറവാണ്. പക്ഷെ പിന്നെ ഈ ഗൾഫ് കൺട്രിയിൽ നിന്നാണ് നമുക്ക് ഇതിന്റെ മെഡിസിൻസ് ഒക്കെ വരുന്നത്. നിങ്ങൾ കൂടുതൽ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ നിങ്ങൾ ഗൾഫിൽ നിന്ന് തന്നെ ആയിരിക്കും. ഗൾഫിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മളതിൽ മീറ്റിംഗ് ഉണ്ട്, എഗ്രികൾച്ചറിൻ്റെ ഇതിൽ മീറ്റിംഗ് വരാറുണ്ട്. അവരുമായിട്ട് സംസാരിച്ചിട്ട് പിന്നെ ഗൾഫിൽ നിന്ന് വന്നിട്ട് നമുക്ക് മീറ്റിംഗ് തരുന്നുണ്ട്. ഇതെങ്ങനെ വളർത്താൻ അതേപോലെ തന്നെ അത് സെയിൽ ചെയ്യാൻ വല്ല അനുമതിയോ അല്ലെങ്കിൽ ഒരു സർക്കാരിന് എന്തെങ്കിലും പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? അല്ല, ഇത് വേണം. നമ്മളിപ്പോൾ പറവേസ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അതിൽ കേന്ദ്ര ഗവൺമെൻറ് സൈറ്റാണ്. അതിൽ നമ്മൾ ഓൾറെഡി ഇവരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ പെയറിംഗ് സെറ്റുകൾ എല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് മലപ്പുറത്തുനിന്ന് പിന്നെ ഇതിൻ്റെ ഓഫീസർമാർ വന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. ഫോറസ്റ്റ് ഓഫീസർമാർ വന്നിട്ട് വൈൽഡ് ലൈഫിൻ്റെ ഓഫീസർമാർ വന്ന് ചെക്ക് ചെയ്തെല്ലാം ഉറപ്പുവരുത്തി വളർത്താൻ പറ്റുന്നതാണ്, സെയിൽ ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ള ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് വളർത്താൻ പറ്റാത്ത സംഭവങ്ങളോ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു ബേർഡ് നമ്മളിവിടെ വളർത്തണില്ല. കാരണം അത് നമുക്ക് റിസ്ക് ഉള്ള കാര്യം ചെയ്യരുത്. ഭയങ്കര ഡേഞ്ചറാണ്. അതും കൂടെ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി പറയണം. നമ്മളെ ഈ പിന്നെ റിംഗ്നെക്ക് എന്നൊരു ബേർഡ് ഉണ്ട്, നമ്മുടെ തത്ത പറഞ്ഞാൽ അതിന്റെ പേര് റിംഗ്നെക്ക് എന്നാണ്. അത് പല മ്യൂട്ടേഷനിൽ പല കളറിലും ഇറങ്ങിയിട്ടുണ്ട്. ഒരു കളറും നമുക്കിവിടെ അലൗട്ടില്ല. പിടിച്ചു കഴിഞ്ഞാൽ ജയിലിൽ പോകണം. അപ്പം നമുക്ക് വീടുകളിൽ വളർത്താനും നമ്മൾക്കത് കണ്ട് ആസ്വദിക്കാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള പക്ഷികൾ ഏതാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ കണ്ട
ഐറ്റംസിലുള്ള സംഭവങ്ങളാണ്. സാധാരണ മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് വളർത്തിയിട്ട് ആരും വെറുതെ പൊട്ടത്തരത്തിൽ ചെന്ന് ചാടരുത്. പിന്നെ ഇവർക്കിപ്പോൾ ഭക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ അസുഖത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇവർക്ക് ഏകദേശം എത്ര മുതലാണ് ഇവിടെ നിന്നുള്ള വില, അതായത് കൊടുക്കുന്ന വില സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് വരെയുള്ളതാണ്? സ്മോൾ കൊണൂർ 10 രൂപ സ്റ്റാർട്ട് ചെയ്യും. അത് ഗ്രീൻ ചിക്കാണ് 10 രൂപ സ്റ്റാർട്ട് ചെയ്യാണ്. ഏറ്റവും കുറഞ്ഞ വിലയാണ് അത്. ഗ്രീൻ ചിക്കൻ്റെ മേളിലോട്ടാണ് പിന്നെ വില കയറി പോകുന്നത്. അത് 65,000 രൂപ വിലയുള്ള സൺ ചിക്ക് വരെ നമ്മുടെ അടുത്തുണ്ട് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അതായത് 10 രൂപ മുതൽ 65,000 വരെയുള്ള സ്മോൾ കോണർ. അതൊക്കെ ചെറുതാണ്. അതായത് പറയുന്നത് പേരന്റ് സെറ്റ്. പിന്നെ സൺകോണർ വരുന്നത് അവിടുന്ന് നമുക്ക് ഒരു ചിക്കാണെന്നുണ്ടെങ്കിൽ 35,000 രൂപ സ്റ്റാർട്ട് ചെയ്യും. സൺകോണർ പേരമ. പിന്നെ അതാണ് പാരൻസ് കൊടുക്കുന്നത്. ഇപ്പൊ 45-50 രൂപ ആ റേഞ്ച് ഉണ്ട്. പാരൻസ് 45-50 രൂപയുടെ പെയറിങ്ങിന് റേറ്റ് ഉണ്ട്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഈ കൂടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ കൂട് നമ്മളെല്ലാവരും കണ്ടല്ലോ. ഈ കൂടിൽ പിന്നെ അവരുടെ വേസ്റ്റ് വീണാൽ കുഴപ്പമില്ല. നേരത്തെ നമ്മൾ കാണിച്ച മറ്റേ ഇതിലാവുമ്പോൾ എന്ത് ചെയ്യണം? ഇത് കാണും. ഇതുപോലത്തെ ഏവിയർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തീറ്റിപ്പാത്രം അങ്ങനെ എന്ത് ചെയ്യണം? ഈ തീറ്റയുടെ കാര്യങ്ങൾ ഒന്ന് അത് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അതിന് ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഈ തീറ്റി ഇവിടെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റ് മുഴുവൻ താഴേക്ക് ഇങ്ങനെ വന്നിട്ട് വരും. ഏവിയാറിന് അകത്ത് എന്ത് ചെയ്യൂല, ഇതിൻ്റെ അകത്ത് വീഴത്തില്ല. കാരണം അകത്ത് വീണ് കഴിഞ്ഞാൽ അവരത് ഭക്ഷിച്ച് കഴിഞ്ഞാൽ ഫംഗസോ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ തന്നെ നേരെ ഇപ്പുറത്ത് ഈ ഏവിയാറിലേക്ക് വരികയാണെങ്കിൽ അത് പ്രശ്നമില്ല. കാരണം അവരുടെ മറ്റ് വേസ്റ്റും കാര്യങ്ങളൊക്കെ താഴേക്ക് ഈ നമ്മൾ ഈ കാണുന്ന ഈ ഇടയിലൊക്കെ വീഴും, അവർക്കത് കിട്ടില്ല. ഓക്കെ. അപ്പോൾ അതാണ് ഈ ഏവിയാറും ഇവിടുത്തെ ഇതും കൂടെ തമ്മിലുള്ള വ്യത്യാസം. ഇതെല്ലാം ടൈംഡാണ്. ഇത് ഓൾറെഡി ഇവിടുത്തെ ബ്രീഡിംഗ് പെയറാണ്. ഇതൊക്കെ ബ്രീഡിംഗ് പെയറാണ്. നമ്മളിവർക്ക് റെസ്റ്റ് കൊടുത്താണ്. ഇനിയിപ്പോൾ ഈ ചൂടായി കഴിഞ്ഞാൽ 3 മാസം അവർക്ക് റെസ്റ്റാണ്. ഈ ജൂൺ ലാസ്റ്റ് മഴ പെയ്തതിന് ശേഷം ഇനി വരെ ബ്രീഡിങ്ങിന് കേജിലോട്ട്. അതായത് ഇപ്പോൾ നമ്മളിവിടെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വരെ ബ്രീഡിംഗ് ടൈമല്ല.
ബ്രീഡിങ് ടൈം എപ്പോഴാണ്? വീണ്ടും ജൂണിൽ സ്റ്റാർട്ട് ചെയ്യും, ജൂൺ ലാസ്റ്റ്. ജൂണ്. ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് ഇങ്ങനെ ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഓപ്പൺ ഗേജിൽ അവർക്ക് വെയിൽ കൊള്ളാനും മഴ കൊള്ളാനും എല്ലാ ചെയ്യണതിനും കൂടി പറന്ന് കളിക്കാനുള്ള ഇതിലാണ്. ഇപ്പം നമ്മളിവിടെ ഈ ഗേജ് ഡിസൈൻ ചെയ്തതിൽ നമുക്ക് കാണാൻ കഴിയും മഴ കൊള്ളാം, വെയിൽ കൊള്ളാം, തണൽ വേണമെങ്കിൽ തണലേക്ക് വരാം. പിന്നെ അതേപോലെ തന്നെ പോലെ ഫുഡ് സിസ്റ്റം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വളരെ രസമാണ് കാണാൻ ഈ ഒരു കേജിൽ കേട്ടോ. അപ്പുറത്ത് വേറെ ആയിരിക്കും. കാരണം ഇതാ അതിന് ഇത് തന്നെ ഇവിടെ കാരണം ഇങ്ങനെ ചെയ്യണം. ഫുഡിന്റെ വേസ്റ്റ് ഇതിന് താഴേക്ക് ഇതിന് അവർക്ക് കൊടുക്കുന്ന ഫുഡിന്റെ വേസ്റ്റ് താഴേക്ക് വീഴാൻ പാടില്ല. വീട് കഴിഞ്ഞാൽ ആ ഫുഡ് പിന്നെ അവരെടുത്ത് കഴിച്ചാൽ അവർക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യത. അപ്പോൾ കണ്ടില്ലേ ഈ ഫുഡ് കൊടുക്കുന്ന സ്ഥലം നമ്മൾ അതേപോലെ തന്നെ വേസ്റ്റ് വീഴാൻ സാധ്യത ഉള്ളത് കൊണ്ട് താഴെ നല്ല ഭംഗിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഭദ്രമായിട്ട് ഇത് അടച്ചിട്ടുണ്ട്. നേരെ പുറത്തോട്ടാണ് പോണത്. കഴിയുന്നതും ബേർഡിനെ ചൂടുകാലത്ത് ബ്രീഡ് ചെയ്യിപ്പിക്കാതിരിക്കുക. ബേർഡ് വീക്കായി പോകും, പിന്നെ തട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് ബേർഡ് അങ്ങനെയൊക്കെ പോയതിന് ശേഷമാണ് നമ്മളിത് ഇങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങിയത്. ഇങ്ങനെ ചെയ്തതിന് ശേഷം ബേർഡെല്ലാം ഹെൽത്തിയാണ്. കണ്ടില്ല, എല്ലാ ബേർഡും കാണാൻ ഫുൾ ഹെൽത്തി ബേർഡാണ്. കാരണം അത് ബേർഡ് ഇങ്ങനെ ഹെൽത്തിൽ ഇരിക്കുന്നത് അവരെങ്ങനെ പറക്കാൻ നമ്മൾ വിട്ടതുകൊണ്ടാണ്. ഇപ്പോൾ കാര്യമായിട്ട് ഇവർക്ക് കൊടുക്കുന്ന ഭക്ഷണ ഐറ്റംസ് അതായത് തീറ്റ ഏതാണ്? അത് ഒരു മെനു ആണ്. ഇവർക്ക് മെനു ഉണ്ട്. അതായത് ഒരു വീക്കില് 1 വീക്കില് നമ്മളിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഫുഡ് ഇത് അവരെ സീഡ് മിക്സാണ്. ഇത് വൈകുന്നേരം 4 മണിക്ക് അവർക്ക് വെക്കുള്ളൂ. അപ്പോൾ കാലത്ത് നമ്മൾ ഡെയിലി വെക്കുന്ന ഫുഡുണ്ട്. അത് ഇന്ന് നമ്മൾ എഗ് ഫുഡാണ് കൊടുക്കണമെങ്കിൽ, മുട്ട പുഴുകിയിട്ട് എഗ് ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കണമെങ്കിൽ, നാളെ അവർക്ക് കൊടുക്കുന്ന പിന്നെ കടല, ഈ ധാന്യങ്ങൾ, അതായത് കടല, പയറ് അങ്ങനെയുള്ള ധാന്യങ്ങളെല്ലാം കൂടെ വെള്ളത്തിട്ട് നാളെ കൊടുക്കും. അടുത്ത ദിവസം നമ്മൾ അവർക്ക് കൊടുക്കുന്നത് പച്ചക്കറി ഐറ്റംസ്. പിന്നെ അടുത്ത ദിവസം കൊടുക്കുന്നത് നമ്മൾ ഫ്രൂട്ട്സ്. പിന്നെ അത് നേരെ ചേഞ്ച് ആയിട്ട് പിന്നെ എഗ് ഫുഡൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാറി. അതായത് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ്. കാരണം അവർക്ക് മെനു തന്നെ ഉണ്ട്. ഒരു ദിവസം എഗ്ഗുമായി ബന്ധപ്പെട്ടതാണ്, പിറ്റേ ദിവസം പച്ചക്കറിയായി ബന്ധപ്പെട്ടത്, പിന്നത്തെ ഫ്രൂട്ട്സ്, പിന്നെ അതിനിടെ എല്ലാ ദിവസവും വൈകിട്ട് കൊടുക്കുന്നതായിരിക്കും ഈ ഫീഡ് മിക്സ് എല്ലാ ദിവസവും വൈകിട്ട് കൊടുക്കുന്നത്. ഫുഡ് നമ്മൾ കൊടുക്കുന്നത് തന്നെ നല്ല എക്സ്പെൻസ് ഉണ്ട്. കൊടുക്കുന്ന എക്സ്പെൻസ് ഉള്ള ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ കച്ചറായിട്ടുള്ള അല്ലെങ്കിൽ കേട് വന്നത്, അഴുക്കുള്ളതോ ഫംഗസ് ഒന്നും കൊടുക്കാൻ പറ്റും. നമ്മൾ ഫുഡ് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമ്മളെ ശ്രദ്ധിച്ചിട്ട് വേണം. നമ്മളെ ചെക്കിങ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാവും ഇവർക്ക് കൊടുക്കാവും. ഇവർക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ ഏതൊക്കെയാണ്? അസുഖങ്ങൾ ഇവർക്ക് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വരുന്നത് ഇവർക്കൊരു ഫംഗസാണ് കയറുന്നത് ഇവർക്ക്. പിന്നെ ഇവരെ ഫെദർ കൊഴിഞ്ഞു പോകാൻ ചാൻസ് വരുന്നുണ്ട്. അതുപോലെ ഇൻഫെക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷയമാണ്. അത് പറഞ്ഞാൽ പെട്ടെന്ന് വരുന്ന അസുഖങ്ങൾ അങ്ങനെയൊക്കെയാണ് അവർക്ക്. ഈ എല്ല് പൊങ്ങും താഴെ. അത് 4 പീസ് ബുക്കിംഗ് ആണ്. ഈ 4 പീസ് ഇപ്പം നമ്മൾ നേരത്തെ ഒരുപാട് ഇത് കണ്ട അതിൻ്റെ കുഞ്ഞുങ്ങളാണ് അല്ലേ? ഇപ്പം 4 ബുക്കിംഗ് ആയതാണ്. DNA ഓൾറെഡി സെൽഫ് ഫിറ്റിംഗ് ആയി തുടങ്ങി. ഒരു 8 ദിവസം കഴിഞ്ഞാൽ ഫുൾ സെൽഫ് ഫിറ്റിംഗ് ആവും. അവർ കൊണ്ടുപോകാൻ റെഡി ആയിട്ട് ഒക്കെ. അതായത് ഫുള്ള് പ്രിപ്പയർഡ് ആയിട്ടാണ് എന്തെങ്കിലും കൊടുക്കല്, തീറ്റ എടുക്കാനോ മറ്റെടുക്കാനോ എല്ലാം ആയി കഴിഞ്ഞാൽ. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച സൺചിക്ക്, ബാക്ക് സൈഡ് കാണിച്ച സൺചിക്കിൻ്റെ കുഞ്ഞുങ്ങളാണിത്. ഇത് നമ്മൾ ഇവിടെ തന്നെ ഫീഡ് ചെയ്തിട്ട് ചൂടൊക്കെ നമ്മൾ തന്നെ കൊടുക്കുന്നതാണ്. അവർ കൃത്രിമമായിട്ട് ചൂട് കൊടുക്കുന്നതാണ്. ബൾബിട്ടിട്ട് അത് അതിൻ്റെ ഹോൾട്ട് ഇതാ, നമ്മൾ ആ ഹോൾട്ടിലാണ് അതിന് ചൂട് കൊടുക്കുന്നത്. ഈ നമ്മൾ പുറകിൽ കാണുന്ന ഈ ബേർഡ്സിനെ കുറിച്ചൊന്ന് പറയാമോ? ഇത് പിന്നെ കൊനൂറായിട്ടുണ്ടാണ്, സ്മോൾ കൊനൂർ എന്ന് പറയും. ഇതിന് ഓരോ പേരുണ്ട്. ഇതിൽ ഗ്രീൻ ചിക്ക് ഉണ്ട്, യെല്ലോ സൈഡർ ഉണ്ട്, പിന്നെ പൈനാപ്പിൾ റെഡ് ഫാക്ടർ ഉണ്ട്, സിനമൺ കൊനൂറുണ്ട്, ബ്ലൂ യെല്ലോ സൈഡർ ഉണ്ട്.
അങ്ങനെ 4-5 ടൈപ്പ് ഉണ്ട് ഇതിൽ എടുക്കുന്നതിൽ. ഇതിപ്പോൾ നമ്മൾ അവിടുന്ന് മേലെന്ന് എവിയർന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിടുന്നതാണ്. അതായത് നമ്മൾ ഹാച്ച് അവിടുന്ന് ബ്രീഡ് ചെയ്തിട്ട് ആ എവിയറിനകത്തുനിന്ന് ഇങ്ങോട്ട് മാറ്റിയിടുന്നത്. സെയിലിന് വേണ്ടി മാറ്റിയിടുന്നതാണ്. ഇതിപ്പോൾ ഏകദേശം എത്ര മാസമായിട്ടുണ്ടാവും? 6 മാസം പ്രായം ഉണ്ടാവും. ഈ 6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സെയിൽ ചെയ്യലൊക്കെ? സെയിൽ ചെയ്യുന്ന ഓരോ ബേർഡിൽ ഓരോ ഇതിനനുസരിച്ചുള്ള പ്രൈസാണ് ഓരോ ഇതിന് വരുന്നത്. ഇപ്പം നമ്മൾ ഗ്രീൻ ചിക്കാണ് 10 രൂപക്കാണ് കൊടുക്കുന്നത് പേർ കൊടുക്കുന്നത്. അത് യെല്ലോ സൈഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് 14 രൂപക്കാണ്. 14 രൂപക്ക്. പിന്നെ ഈ ബ്ലൂ യെല്ലോ സൈഡർ ആണെങ്കിൽ 20 രൂപയാണ്. ഇത് പിന്നെ അങ്ങനെ ഡെലിവറി കാര്യങ്ങളൊക്കെ? ഡെലിവറി ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അവർ നമുക്ക് ഓർഡർ അതിനുള്ള നമ്മൾ ഇവിടുന്ന് ട്രാൻസ്പോർട്ട് അതിനുള്ള ചിലവ് അവർ വഹിക്കും. നമ്മളടുത്തൂടെ 5 പേരുണ്ട്. ഇവരെ ബ്രീഡിങ്ങിന് വേണ്ടിയുള്ള സെറ്റപ്പാണ് ഈ കാണുന്നത്. ഇവരെ ഏവിയർ ഓൾറെഡി നമ്മളെ എല്ലാ ഭാഗവും മറച്ചിരിക്കണം. ഈ ഇതിങ്ങനെ മറച്ചതിന്റെ പിന്നിലുള്ള സംഭവം എന്താണിത്? അത് ഇവർക്ക് പുറത്തുനിന്നുള്ള മറ്റുള്ള ആളെ കാണുന്നത്, മറ്റുള്ള ജീവികളെ കാണുന്നതിൽ വളരെ പേടിയുള്ള ഒരു ജീവിയാണ് ഇവര്. മറ്റുള്ള ജീവികളെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ് അവർക്ക്. അത് കാരണമാണ് മൊത്തം മറച്ചിട്ട് ചുറ്റുപാട് നമ്മൾ മറച്ചിട്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ, കാരണം ഈ പെയറിംഗ് സെറ്റ് സൂക്ഷിച്ചിരിക്കുന്നത് നല്ല സേഫിലാണ്. കാരണം അവരെ അത്രയും സേഫായിട്ട്, കാരണം അവർക്ക് ഒരു പുറത്തുനിന്നുള്ള ഒരു ചെറിയൊരു വേരിയേഷൻസ് പോലും അവരെ ബ്രീഡിങ്ങിനെ എന്ത് ചെയ്യും, ബാധിക്കും. അപ്പോൾ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അറിഞ്ഞ് പഠിച്ച് ചെയ്തതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യാവൂ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. കാരണം ഇത് കോസ്റ്റ്ലി ആയിട്ടുള്ള ബേർഡ്സാണ്. അപ്പോൾ അവരെ കൈകാര്യം ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കണം. അവർക്ക് വേണ്ട എഗ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഡമ്മി ഉണ്ട്. ഈ ഡമ്മി എഗ് നമ്മൾ അവരെ എഗ് ചെയ്യുന്ന ടൈമിന് ഒരു ഏകദേശം അവരെ സീസൺ ടൈമുണ്ട്. ആ സീസൺ ടൈമിന് നമ്മൾ ഈ എഗ് വെച്ച് കൊടുക്കും. ജസ്റ്റ് അവരെ ബോക്സിനകത്ത് അവരെ എഗ് വെച്ച് കൊടുക്കും. അവിടുന്ന് പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോഴേക്കിന് അവരൊക്കെ ചെയ്ത് കൊടുക്കും. ഇപ്പൊ നമ്മൾ അതിൽ കണ്ടത് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്. ഇത് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്. ഇതെല്ലാം ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്. അപ്പൊ നമ്മള് ഇത് കുറച്ച് കാണണമെങ്കിൽ കുറച്ച് പാടുണ്ട്. അപ്പൊ നമുക്ക് നമ്മളെ ഇതിനനുസരിച്ചാണ് ഇവിടെ കാണിക്കുന്നത്. കണ്ടല്ലോ, ഇതൊക്കെ ഇവിടുത്തെ പാരൻസ് ആണ്. ഇത് ആഫ്രിക്കൻ ഗ്രേ പാരറ്റിന്റെ ബ്രീഡിങ് സെറ്റാണത്. ഇവരെ ബോക്സിനകത്ത് കയറി കാണും. ആളെ കാണുമ്പോഴേ കയറും. ആളെ കണ്ടപ്പോ കയറിയതാണ് അവരില്ല, കണ്ടപ്പോ അകത്തോട്ട് കയറി പോകുന്നതാണ്. ചിലരൊക്കെ തന്നെയാണ് ആളെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരെ കൂട്ടിനുള്ളിൽ ഇതിലേക്ക് കയറും. ഇത് ഒരുപാട് ആൾക്കാർ വളർത്തിട്ട് ബ്രീഡ് ചെയ്യാത്തതുകൊണ്ട് വർഷങ്ങളായിട്ട് കിടക്കുന്നുണ്ട്. 4-5 വർഷം വിട്ടിട്ടും ബ്രീഡ് ചെയ്യാതെ. കാരണം അതിന്റെ സൈക്കോളജി എന്താ, അല്ലെങ്കിൽ അതിന്റെ ഒരു സിസ്റ്റമാറ്റിക് എന്താന്നുള്ള അറിയാത്തതുകൊണ്ടാണ്. ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്ത് ഇരുട്ടാക്കി വെക്കണം. ഇപ്പം നമ്മളിവിടെ കാണുമ്പോൾ, ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം അത്രയും ചിലപ്പോൾ കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും. അത്രയും നല്ല രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു ഇരുട്ട് രൂപത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പം മുകളിലുണ്ട്, അതാ നിൽക്കുന്നത്. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് അപ്പോൾ ഇത് കാണുന്ന ഇതിൻ്റെ പ്രേമികൾ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്ത് സംശയങ്ങളും പറ്റുന്ന സമയത്താണെങ്കിൽ വിളിച്ചാൽ, ഫ്രീ ഉള്ള സമയത്താണെങ്കിൽ സുലൈമാനൊക്കെ പറഞ്ഞു തരും. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി ഇവിടെയുള്ള കൊടുക്കാനുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും ബേർഡ്സും ബുക്കിംഗ് ആണ്. ഇപ്പോൾ ഉള്ളത് സ്മോൾ കോർണറിൽ കുറച്ച് നമ്മുടെ അടുത്ത് കൊടുക്കാൻ സ്റ്റോക്കുള്ളൂ, അവൈലബിൾ ഉള്ളൂ. അത് ബന്ധപ്പെട്ടാൽ കിട്ടുന്നതാണ്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും
സുതാര്യമാണ്. ഇവിടെ വന്ന് കാണാൻ നമ്മളിപ്പോൾ കണ്ടപ്പോൾ നല്ല രീതിയിലാണ് അവരെ പരിപാലിച്ച് പോരുന്നത്. അവരെ പേരൻസ് ആയിക്കോട്ടെ, അവരെ കൈകാര്യം ചെയ്യുന്നതായിക്കോട്ടെ, ഇതൊക്കെ അറ്റ്ലീസ്റ്റ് നല്ല കോസ്റ്റ്ലിയും കൂടെയാണ്. അതും കൂടെ നമ്മൾ പറയണം. കാരണം ഇവരെ കൈകാര്യം ചെയ്യുക, ഇവരെ ഫുഡ്, അതേപോലെ തന്നെ ഇവർക്കുള്ള കൂട്, പിന്നെ ഇവരെ മെയിൻറ്റെയിന്, ഇതൊക്കെ അത്യാവശ്യം എന്താണ് നല്ല രീതിയിൽ തന്നെ ചെയ്യണം. നല്ല രീതിയിൽ തന്നെ ചിലവുള്ളതുമാണ്. അപ്പോൾ അതും കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ അവസാനം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ. ഓക്കെ, നന്ദി.